എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 062/2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGS ലെവൽ തന്നെ നടന്നതാണ്. നമ്മൾ ഇതിന്റെ 20 സയൻസ് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ ആ വീഡിയോ പോയി കാണേണ്ടതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ 60 GK ചോദ്യങ്ങളാണ്. ഏകദേശം 60 GK ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരുവിധം ഏകദേശം 90% ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലത് മാത്രം ആണ് മാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹരിയാനയാണ്. ഹരിയാനയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മൗണ്ട് K2. മൂന്നാമത്തെ ചോദ്യം, ഗംഗയുടെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോസി. കോസിയാണ് ഈ ഗംഗയുടെ പോഷക നദി എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാംഗനീസിന്റെ ഉൽപാദനം ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. ഒഡീഷയിലാണ് മാംഗനീസിന്റെ ഉൽപാദനം കൂടുതലുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1998 ആണ്. 1998 കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം. ആറാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പാരാദ്വീപ്. പാരാദ്വീപാണ് ഒറീസയിലെ തുറമുഖം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, കാപ്പി കൃഷി ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ 6ാം സ്ഥാനം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കുക. കാരണം ഇന്ത്യയുടെ എത്രാമത്തെ സ്ഥാനമാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കുക. അപ്പൊ ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിതമായത് എവിടെയാണ്? പരുത്തി മില്ലാണ് ചോദിച്ചിട്ടുള്ള, ചണമില്ല അല്ല. ആൻസർ ഓപ്ഷൻ എ മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മില്ല് സ്ഥാപിതമായിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യൻ വ്യോമഗതാഗതം. 11ാമത്തെ ചോദ്യം, 2016 ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഇത് നമുക്ക് ഇപ്പൊ ചോദിക്കില്ല. ഇപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള കാറ്റുകളും ചുഴലിക്കാറ്റുകളും അതേപോലെ വന്നിട്ടുള്ള ദുരന്തങ്ങളും അതിനെ സഹായിച്ച കർമ്മസേനകളും മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. 2016 ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി വർദ്ധയാണ്. ഇനി 12ാമത്തെ ചോദ്യം, റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി PV സിന്ധു. ഇനി 13ാമത്തെ ചോദ്യം, ബ്രിക്സ് ഉച്ചകോടി 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പനാജി. ഇനി 14ാമത്തെ ചോദ്യം, ഫെബ്രുവരി 15-ാം തീയതി ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 104 ഉപഗ്രഹങ്ങളായിരുന്നു. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചീറ്റപ്പുലി. ചീറ്റപ്പുലിയാണ് ഭാഗ്യ ചിഹ്നം. 16ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ പേയ്മെന്റ് ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മലപ്പുറമാണ്. മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ജില്ല എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യമാണ്, കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി പരിസ്ഥിതി. ഈ ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ബയോളജിയുടെ ടോപ്പിക്കിലുള്ളതാണ് പരിസ്ഥിതി പ്രശ്നങ്ങളും. ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ ഇട്ടേക്കാമെന്ന് വരാം. അപ്പൊ നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. GSTയിൽ ഉൾപ്പെട്ട നികുതിയുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി സാധന സേവന നികുതി. സാധന സേവന നികുതിയാണ് GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി എന്ന് പറയുന്നത്. 19, പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ.
കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയലാണ് പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2016 നവംബർ 8. ഈ ഒരു ചോദ്യവും പിന്നെ PSCയുടെ സ്ഥിരം ചോദ്യമുണ്ട് GST നിലവിൽ വന്നത് എന്നാണെന്നുള്ളത്. ആ രണ്ട് ചോദ്യം ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ഇനി 21ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ സമരം നയിച്ചത്. 22ാമത്തെ ചോദ്യം, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെയാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകം. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബംഗാളാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം. 24ാമത്തെ ചോദ്യം, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആത്മറാം പാണ്ഡുരംഗാണ്. 25ാമത്തെ ചോദ്യമാണ് അടുത്തത്, ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വന്ദേ മാതരം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ പ്രാവശ്യം വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 25ാമത്തെ ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏതാണെന്നുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അത് ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. 26ാമത്തെ ചോദ്യം, ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1918ലാണ്. 1918ലാണ് നടന്നത്. 1919 നടന്ന ഒരു സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതുപോലെ തന്നെ 1921 മലബാർ കലാപം, 1917 ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഇനി 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ലാഹോർ ആണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന അന്തിമ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇനി 28ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ദാമനാണ്. ദാമനായിരുന്നു പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം എന്ന് പറയുന്നത്. 29ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഫസൽ അലി ആയിരുന്നു. ഫസൽ അലി ആയിരുന്നു പുനഃസംഘടനാ ബില്ലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം, VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനം. നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് VP മേനോൻ പദ്ധതി എന്ന് പറയുന്നത്. 31 രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി അരിസ്റ്റോട്ടിലാണ്. ഇനി 32ാമത്തെ ചോദ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതാരാണ്? ഇത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതേപോലെ ദേശീയഗാന ദേശീയ ചിഹ്നം അത് ചോദിച്ചിട്ടില്ലേ, അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ എ മാഡം ഭിക്കാജി കാമ. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം, ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. ശ്രദ്ധിച്ച് പഠിച്ചോളൂ. ഇനി 34ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവശ്യകൾ. അതായിരുന്നു ആദ്യ ഇന്ത്യൻ താമരകളിലെ 8 താമരകളെ വിശേഷിപ്പിച്ചിരുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളായിരുന്നു. 35ാമത്തെ ചോദ്യം, ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1947. 36ാമത്തെ ചോദ്യമാണ് അടുത്തത്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്നതാണ് 2005.
37-ാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 38-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നതാണ് ആൻസർ ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. ഇത് നമ്മൾ ഈ വരുന്ന PSCക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്തതാണ് ഈ ഭാഗങ്ങളൊക്കെ, അത് നോക്കി വെക്കണമെന്നില്ല. അടുത്തത് 39-ാമത്തെ, ഇത് ചിലപ്പോൾ ചോദിക്കും. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത്. 40-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജസ്റ്റിസ് HL ദത്തു. 41-ാമത്തെ ചോദ്യം, തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോട്ടയം. കോട്ടയമാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത ജില്ല എന്ന് പറയുന്നത്. 42, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? PSCയുടെ ഒരു സ്ഥിരം ചോദ്യം തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി 2695 മീറ്റർ. 43, കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മരുപ്രദേശം. ഇനി 44-ാമത്തെ ചോദ്യം, കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. 45, പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ്? പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലമാണ് വാഗമൺ. ആൻസർ ഓപ്ഷൻ ബി വാഗമൺ ആണ്. 46, നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല. 47, താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഷൊർണൂരാണ്. ഷൊർണൂരാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. 48, ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കളരി. 49, വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിൽ പെടുന്നു? ഏത് ഗണത്തിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി സംയുക്ത മേഖല. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം ചിലപ്പോൾ ഈ വരുന്ന PSCയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 50-ാമത്തെ ചോദ്യം, കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ് ആണ് കേരളത്തിലെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത്. ഇനി 51-ാമത്തെ ചോദ്യം, കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പഴശ്ശിരാജ. അതുപോലെ PSCയുടെ ഇതേപോലത്തെ ഒരു ചോദ്യമാണ്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അതേപോലെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാ? ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. 52-ാമത്തെ ചോദ്യം, കേരളത്തെ ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ജാതി സമ്പ്രദായമായിരുന്നു. ജാതി സമ്പ്രദായം മൂലമായിരുന്നു അദ്ദേഹം ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിക്കാൻ കാരണമായത്. നമുക്ക് പെട്ടെന്ന് തോന്നുന്ന അന്ധവിശ്വാസമായിരിക്കാം, പക്ഷെ ജാതി സമ്പ്രദായമാണ് ആൻസർ. 53, മലബാർ ജില്ലാ കോൺഗ്രസ് പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി TK മാധവനാണ്. TK മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 55, VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത്. 56-ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1891. ഇനി 57-ാമത്തെ ചോദ്യം, ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധന്യെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്?
ആൻസർ ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രത്തിൽ. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഈ വാചകം എഴുതി ചേർത്തിട്ടുള്ളത്. 58. കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. 59ാമത്തെ ചോദ്യം, മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വില്യം ലോഗനാണ് കമ്മീഷൻ. 60ാമത്തെ ചോദ്യമാണ്, അവസാന ചോദ്യമാണ് നമ്മളുടെ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ സി മലബാർ ആണ്. ഇതിലെ ബാക്കി 20 ചോദ്യങ്ങൾ നമ്മൾ സയൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കാണാത്തവർ ആ വീഡിയോ കൂടി പോയി കാണുക. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.